election dates പ്രഖ്യാപിച്ചു. April 26th കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഒരു വളരെ 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 ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് എന്നൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 16,518 കോടി രൂപ ഇന്ത്യയിലുള്ള വലിയ കമ്പനീസ് ഒക്കെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത ടോട്ടൽ ഡൊണേഷൻ. ഈ ഡൊണേഷന് മാത്രം ഇത്രയും പണം കൊടുത്തേക്കുവാണ്. ആൻഡ് അത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, അതിൽ ഒരു പാർട്ടിക്ക് മാത്രം, അതായത് BJP എന്ന ഒരു പാർട്ടിക്ക് മാത്രം വന്നിരിക്കുന്ന ഡൊണേഷൻ എത്രയാന്ന് വെച്ചാൽ 6,060 കോടി. അടുത്തത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് 1,609 കോടി. അപ്പൊ കോൺഗ്രസ് എത്ര വാങ്ങിച്ചിട്ടുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര വാങ്ങിച്ചിട്ടുണ്ട്? ബാക്കി ഇന്ത്യയിലുള്ള ബാക്കി പാർട്ടികളൊക്കെ എന്തോരം പണം വാങ്ങിച്ചിട്ടുണ്ട്? എന്തിനാണ് ഇത്രയും പണം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്? ആരാണ് ഈ പണമൊക്കെ കൊടുക്കുന്നത്? ഏതൊക്കെ കമ്പനികള് ഏതൊക്കെ പാർട്ടികൾക്കാണ് പണം കൊടുത്തത്? ഇത്രയും പേര് ഇത്രയും പണം കൊടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ഇപ്പോ എങ്ങനെയാ പുറത്തു വന്നേ? ഇതിനകത്ത് കുറെ രാഷ്ട്രീയ കളികൾ നടന്നിട്ടുണ്ട്. ഈ ED നടത്തിയ റെയ്ഡും കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് കണക്ഷൻ ഉള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുറകില് വലിയ രാഷ്ട്രീയ കളികളുണ്ട് എന്ന്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ബട്ട് അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയാണ്. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2018 ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു പുതിയ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രൽ ബോണ്ട്സ് എന്നാണ് അതിന്റെ പേര്. നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് സിമ്പിൾ ആയിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട്സ് വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സാധാരണ ഒരു ബോണ്ട് പേപ്പർ പോലെയാണ്. അത് മേടിച്ച് ഏതൊരു കമ്പനിക്കും ഏതൊരു പാർട്ടിക്കും എന്തോരം വേണേലും പണം ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ അടുത്ത് ഓരോ പാർട്ടിക്കാരൊക്കെ വന്നിട്ട് ഓരോ പിരിവിനൊക്കെ വരത്തില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. 1,000, 2,000 അല്ലെങ്കിൽ 500 അങ്ങനെ കൊടുക്കുമായിരിക്കും. പക്ഷേ ഈ വലിയ വലിയ കമ്പനിക്കൊക്കെ അങ്ങനെയല്ല. അവരൊക്കെ കോടികളായിരിക്കും കൊടുക്കുന്ന ഡൊണേഷൻ ആയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് ഈ ഇലക്ട്രൽ ബോണ്ട് വഴിയായിരിക്കും ഈ പണം പാർട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഒരു കമ്പനി ഒരു പാർട്ടിക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇത് ആരാ ഡൊണേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് ഏത് കമ്പനിയാണ് ഡൊണേറ്റ് ചെയ്തത്, ഏത് പാർട്ടിക്കാണ് ഡൊണേറ്റ് ചെയ്തത് എന്ന ഒരു ഡേറ്റയും പുറത്ത് പറയില്ല. ബട്ട് റീസെന്റ് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, സുപ്രീം കോർട്ട് ഈ കേസ് എടുത്ത് അല്ല, ഇത് തെറ്റാണ്, ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ വലിയ വലിയ കമ്പനീസ് ഒക്കെ ആർക്കൊക്കെയാണ് എത്ര പണമാണ് കൊടുത്തത് എന്ന് പുറത്താരും അറിയുന്നില്ല. അതായത് പബ്ലിക് ആരും അറിയുന്നില്ല, ജനങ്ങൾ ആരും അറിയുന്നില്ല. അപ്പോ ആ കമ്പനികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാനൊരു റോഡ് കോൺട്രാക്ട് എടുക്കുന്ന ആളാന്ന് വെച്ചോ. അപ്പൊ ഞാൻ റോഡ് കോൺട്രാക്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗവൺമെന്റിന്റെ അടുത്ത് ക്യാഷ് കൊടുക്കുന്നില്ല. അതിന് പകരം ഞാൻ ഇലക്ട്രൽ ബോണ്ട്സ് ഇത്ര കോടി എന്ന് പറഞ്ഞ് ഞാൻ ഇലക്ട്രൽ ബോണ്ട്സ് മേടിക്കുവാന്ന് വെച്ചോ, ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ആ ഇലക്ട്രൽ ബോണ്ട്സ് വഴി ആ പാർട്ടിക്കായിരിക്കും ആ പണം പോകുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ പാർട്ടി ഭരണപക്ഷത്തായിരിക്കുന്നെങ്കിൽ നാച്ചുറലി അവര് അത്രയും പണം നമുക്ക് കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ചില ആനുകൂല്യങ്ങളൊക്കെ ആ പാർട്ടി ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കാണെങ്കിൽ ഞാൻ റോഡ് കോൺട്രാക്ട് ആണ് നോക്കുന്നെങ്കിൽ എനിക്ക് ആ കോൺട്രാക്ട് എനിക്ക് തരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അത്രയും ഇലക്ട്രൽ ബോണ്ട്സ് വാങ്ങിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ റോഡ് കോൺട്രാക്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആനുകൂല്യങ്ങൾക്ക് എനിക്ക് കൂടുതൽ പ്രയോറിറ്റി, എനിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ആ കോൺട്രാക്ട് ഒക്കെ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഇത്ര പണം ഇലക്ട്രൽ ബോണ്ട്സ് ആയിട്ട് ഇലക്ട്രൽ ബോണ്ട്സ് മേടിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾ അറിയുന്നില്ല, ആരും അറിയത്തില്ല. ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഗവൺമെന്റിന് അറിയാം, വേറെ ആരും അറിയത്തില്ല. അപ്പൊ നാച്ചുറലി ഗവൺമെന്റ് ഒരു ആനുകൂല്യം കൊണ്ടുവരുവാണെങ്കിൽ അത് ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇന്ന കമ്പനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ജനങ്ങൾ മനസ്സിലാവത്തില്ല. അപ്പൊ പബ്ലിക്കിന് അറിയത്തില്ല ഗവൺമെന്റ് എന്തിനാണ് ഇങ്ങനെ ഒരു ആനുകൂല്യം കൊണ്ടുവന്നത് എന്ന് ജനങ്ങൾക്ക് അറിയത്തില്ല. സോ ഇങ്ങനെ, ഇത് ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഇങ്ങനെ നടക്കുന്നു എന്നല്ല പറഞ്ഞ, ബട്ട് ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. സോ അതുകൊണ്ട് ആരൊക്കെ എത്ര ബോണ്ടാണ് മേടിക്കുന്നത്, എത്ര പണം ഏത് പാർട്ടിക്ക് കൊടുക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിയണം എന്ന് കോടതി പറഞ്ഞു. SBIയോടാണ് പറഞ്ഞത്. SBIയുടെ കയ്യിലാണ് ആ ഡേറ്റാസ് ഒക്കെ ഉള്ളത്. അപ്പൊ SBI എന്താ പറഞ്ഞെന്ന് വെച്ചാല്, അതെ ഇതൊക്കെ എടുക്കാൻ ഞങ്ങൾക്ക് കുറെ സമയം എടുക്കും, സോ അതുകൊണ്ട് ഞങ്ങൾക്ക് 4 മാസം സമയം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ 4 മാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി
അപ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഇലക്ഷൻ കഴിയും. ഇന്ത്യയിൽ ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവല്ലേ. അപ്പൊ ആ ഇലക്ഷന് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാം എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് SBI പറഞ്ഞത്. അപ്പൊ കോടതി പറഞ്ഞു ആ കളിയൊന്നും ഇവിടെ വേണ്ട, ഡിജിറ്റൽ ഇന്ത്യ അല്ലേ, ഈ ഡേറ്റാസ് ഒക്കെ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ലേ, എടുത്തു കൊടുക്കുക, ജനങ്ങൾ കാണട്ടെ എന്ന് കോടതി പറഞ്ഞു. ഫൈനലി ആ ലിസ്റ്റ് SBI പുറത്തും വിട്ടു. ആ ലിസ്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സൈഡില് കോർപ്പറേറ്റ് കമ്പനീസ് എത്ര പണം കൊടുത്തിട്ടുണ്ട് എന്നത് ഒരു ലിസ്റ്റിൽ, ഇപ്പുറത്തെ സൈഡ് ലിസ്റ്റിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ എത്ര പണം വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് എന്നതാണ് ഈ സൈഡിൽ. അപ്പൊ രണ്ട് ലിസ്റ്റേ ഉള്ളൂ, രണ്ട് സൈഡാണ് ലിസ്റ്റ് ഇരിക്കുന്നത്. അതായത് ഒരു കമ്പനി, ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടെന്ന് വെച്ചോ, ആ എക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി മൊത്തത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട്സ് വഴി എത്ര പണം കൊടുത്തിട്ടുണ്ട് എന്ന്, ഇപ്പൊ 100 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 കോടി കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഇലക്ട്രൽ ബോണ്ട്സ് മേടിച്ചിട്ടുണ്ട് അവർ 100 കോടിക്ക് എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റിലുണ്ട്. അതേപോലെ ഇപ്പുറത്തെ ഒരു പാർട്ടി വൈ എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടി മൊത്തത്തിൽ എല്ലാവരുടെയും മൊത്തത്തിൽ എത്ര പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നതും ആ ലിസ്റ്റിലുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ലിസ്റ്റിൽ ഇല്ലാത്തത് എന്താണെന്നറിയാവോ? അതായത് ഈ എക്സ് എന്ന് പറഞ്ഞ പാർട്ടി 100 കോടി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആ എക്സ് എന്ന് പറഞ്ഞ ആ കമ്പനി ഏത് പാർട്ടിക്കാണ് ഇവര് ഈ പണം കൊടുത്തത് അതിന്റെ കണക്ക് SBI പുറത്തു വിട്ടിട്ടില്ല. അപ്പൊ ബേസിക്കലി ഓരോ കമ്പനികളും എത്ര കൊടുത്തിട്ടുണ്ടെന്നുണ്ട്, ഓരോ പാർട്ടികളും എത്ര പണം വെച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ട്. ബട്ട് ഈ കമ്പനി ഏത് പാർട്ടിക്കാണ് ഈ പണം കൊടുത്തത് എന്നതിലില്ല. ഈ പാർട്ടി ഇപ്പൊ ഇത്രയും പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ലേ, പക്ഷെ ഏതൊക്കെ കമ്പനിയുടെ കയ്യിൽ നിന്നാണ് ഈ പാർട്ടി പണമൊക്കെ വാങ്ങിച്ചത് എന്നതും ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ കോടതി ഇത് കണ്ടിട്ട് ഇതെന്തുവാടെ ഇങ്ങനെ, ഏത് കമ്പനി ഏത് പാർട്ടിക്ക് എത്ര പണം വെച്ച് ഓരോ കമ്പനിയും ഓരോ പാർട്ടിക്ക് എത്ര പണം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ ലിസ്റ്റും വേണം എന്ന് ഇപ്പൊ കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ SBIയും ഇനി ഇപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തരുമായിരിക്കും. സോ ഇപ്പൊ ഫസ്റ്റ് കാണാൻ പോകുന്ന എന്തുവാന്ന് വെച്ചാല് ഓരോ പാർട്ടിയും എത്ര പണം വെച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്, ടോട്ടലി കമ്പനീസിന്റെ കയ്യിൽ നിന്ന് മൊത്തം എത്ര പണം വെച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നാണ് ഫസ്റ്റ് കാണാൻ പോകുന്നത്. സോ ഇത് ഡിസെൻഡിങ് ഓർഡറിലാണ്, അതായത് ഏറ്റവും കുറവ് വാങ്ങിച്ച പാർട്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതലിലോട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കുക. ടോപ്പ് 11 പാർട്ടീസ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പൊ 11th പൊസിഷനിലുള്ളത് തമിഴ്നാട്ടിലുള്ള ADMK എന്ന പാർട്ടിയാണ്. അപ്പൊ ADMK എല്ലാവർക്കും അറിയാമായിരിക്കും, ജയലളിതയുടെ പാർട്ടിയായിരുന്നു. സോ അവര് എത്ര പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട്സ് വഴി അവർ വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ 10th പൊസിഷനിലുള്ളത് ആം ആദ്മി പാർട്ടി, നമ്മുടെ ഡൽഹിയില് മുഖ്യമന്ത്രി കേജ്രിവാൾ, അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി എത്ര ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ 65 കോടി വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 9th പൊസിഷനിലുള്ളത് രാഷ്ട്രീയ ജനതാ ദൾ, ബീഹാറിലുള്ള പാർട്ടിയാണ്, അവർ 72 കോടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ശിവസേന, അവര് 159 കോടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 7ാമത്തത് തെലുങ്ക് ദേശം പാർട്ടി, അവര് 280 കോടി വാങ്ങിച്ചിട്ടുണ്ട്. YSR കോൺഗ്രസ് 337 കോടി. അടുത്തത് DMK, അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ ഭരിക്കുന്ന പാർട്ടി, നമ്മുടെ കരുണാനിധിയുടെ പാർട്ടി. ഇപ്പോ അദ്ദേഹത്തിന്റെ മകൻ സ്റ്റാലിൻ ആണ്, അപ്പൊ അദ്ദേഹമാണ് ഇപ്പോ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നത്. അപ്പൊ DMK എന്ന പാർട്ടി 639 കോടി വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഭാരത് രാഷ്ട്ര സമിതി അവര് 1214 കോടി വാങ്ങിച്ചിട്ടുണ്ട്. തേർഡ് വൺ കോൺഗ്രസ്, ഒരു നാഷണൽ പാർട്ടിയാണ് കോൺഗ്രസ്. അവർ പോലും 2nd പൊസിഷനിൽ വരാൻ പറ്റില്ല, അവർ പോലും 3rd പൊസിഷനിലാണ് നിൽക്കുന്നത്. അവർ എത്രയാ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1421 കോടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2nd പ്ലേസിൽ ഇരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്, അവര് 1609 കോടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫൈനലി ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം BJP, അവര് 6060 കോടി വാങ്ങിച്ചിട്ടുണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി. ഈ ഡേറ്റ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്, സ്പെഷ്യലി ഫോർ ദി അപ്കമിങ് ഇലക്ഷൻ. 2024 ഇലക്ഷൻ ജയിക്കണമെങ്കിൽ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടോ തിന്മ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ സെക്കൻഡറി ആണ്. പണം വേണം എന്നതാണ് ഫസ്റ്റ്. ഇപ്പൊ കേരളത്തിൽ നമുക്കത് മനസ്സിലാവത്തില്ല, കാരണം വേറെ ഒന്നുമല്ല, കേരളത്തിൽ അത് അത്ര വലിയ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതുകൊണ്ട് നമുക്കത് മനസ്സിലാവാത്തത്. ബട്ട് നോർത്തില് അങ്ങനെയല്ല. നോർത്തില് ഈ പണം വെച്ചിട്ടാണ് പല രാഷ്ട്രീയ കളികളും അവിടെ നടക്കുന്നത്. എന്തിനും നമ്മുടെ തമിഴ്നാട്ടിൽ പോലും അങ്ങനെ തന്നെയാണ്. പണം വെച്ചിട്ടാണ് പല രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും പല കളികളും നടക്കുന്നത് ഈ പണം വെച്ചിട്ടാണ്. ആൻഡ് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, CPM എത്ര പണം വാങ്ങിച്ചിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട്സ് വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0. CPM ഇലക്ട്രൽ ബോണ്ട്സ് വഴി ഒരു പണവും വാങ്ങിച്ചിട്ടില്ല എന്നതാണ്
ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. സോ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഈ പണം വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇപ്പൊ ഈ പണം ആരാണ് ഈ പാർട്ടികൾക്ക് കൊടുക്കുന്നത്? ആ ലിസ്റ്റാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. അതായത് ഏതൊക്കെ കമ്പനികൾ എത്ര പണം വെച്ച് കൊടുത്തിട്ടുണ്ട്, മൊത്തത്തിൽ ഇലക്ട്രൽ ബോൺസ് ആയിട്ട് എത്ര പണം വെച്ചിട്ട് ഇലക്ട്രൽ ബോൺസ് അവർ മേടിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. അതിൽ 10th പ്ലേസിലുള്ളത് മദൻലാൽ ലിമിറ്റഡ്. അവര് 185 കോടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ 9th പ്ലേസിലുള്ളത് കെവൻറ്റേഴ്സ്. നിങ്ങൾ കുറെ അടുത്ത് കേട്ട് കാണും, ഈ കെവൻറ്റേഴ്സ് ഫുഡ് കമ്പനിയാണ്. ആ കമ്പനി ഓൾമോസ്റ്റ് 195 to 200 crores കൊടുത്തിട്ടുണ്ട്. ആൻഡ് വെസ്റ്റേൺ UP പവർ ട്രാൻസ്മിഷൻ അവരും ഒരു 200 കോടിയോളം കൊടുത്തിട്ടുണ്ട്. ആൻഡ് SL മൈനിങ് ഇൻഡസ്ട്രീസ് അവരും ഒരു 220 കോടിയോളം കൊടുത്തിട്ടുണ്ട്. ഈ മൈനിങ് ഇൻഡസ്ട്രീസ് ഒക്കെ പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ പേടി വരുന്നത്. കാരണം അപ്പൊ മൈനിങ്ങിൽ അവർ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? ഇത്രയും പണം കൊടുക്കണമെങ്കിൽ 220 കോടിയോളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ എന്തൊക്കെയാണ് ആ മൈനിങ്ങിൽ നടക്കുന്നത് എന്നത് നമ്മളൊരു സംശയമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. അതൊക്കെ നമുക്ക് പേടി വരുന്നത്. പിന്നെ ഭാരതി ഗ്രൂപ്പ് 245 കോടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൽദിയ എനർജീസ് അവര് 337 കോടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേദാന്ത, അത് നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ ഉള്ളതാണ്, അവർ 400 crores കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് അവർ 410 crores കൊടുത്തിട്ടുണ്ട്. പിന്നെ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇവർ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ടണലൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, വലിയ ടീമാണ്. അവരും ഏകദേശം 980 crores കൊടുത്തിട്ടുണ്ട്, വിച്ച് ഇസ് ലൈക്ക് ക്ലോസ് ടു 1000 crores, 1000 കോടി അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു. ആൻഡ് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ഇവർ 1368 കോടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 1300 കോടിയോളം ചുമ്മാ ഒരു പാർട്ടിക്ക് അങ്ങ് കൊടുക്കുക, നിങ്ങൾ ഇലക്ഷൻ ജയിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. സോ ഇവരൊക്കെ ഇതിനകത്ത് ഇത്രയും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മേജറായിട്ട് എക്സ്പെക്ട് ചെയ്ത അംബാനി, ടാറ്റ, അദാനി ഇവരാരും ഈ ലിസ്റ്റിലില്ല. ബട്ട് ഇവര് ഷെൽ കമ്പനീസ് എന്തെങ്കിലും വെച്ച് അതുവഴി ഡൊണേറ്റ് ചെയ്തോ എന്ന് നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലാണ് ഡൊണേറ്റ് ചെയ്തത് എന്നും അറിയത്തില്ല. കാരണം അവരാണ് ഇന്ത്യയിൽ ഉള്ളതിലെ ഏറ്റവും വലിയ ബിസിനസ്മെൻ അല്ലേ. സോ അവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനെ ഫേവർ ചെയ്യും എന്നത് ഒരു സംശയവും ഇല്ല. ബട്ട് എന്തായാലും ഈ ലിസ്റ്റിൽ അവരുടെ പേരില്ല. ഇതിലിപ്പോ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം. യശോദ ഹോസ്പിറ്റൽ എന്ന ഒരു പർട്ടിക്കുലർ കമ്പനി ഇവരും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കമ്പനി അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച ദിവസം October 4th 2021 ആൻഡ് December 26th അവരുടെ വീട്ടിൽ ED റെയ്ഡ് വന്നു. അതായത് അവർ ഒക്ടോബറിൽ ബോണ്ട് വാങ്ങിക്കുന്നു, ഡിസംബർ ആയപ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ ED റെയ്ഡ് വരുന്നു. ഒക്ടോബറിൽ ബോണ്ട് വാങ്ങിക്കുന്നു, അവർ ഏത് പാർട്ടിയിലേക്കാണ് ബോണ്ട് വാങ്ങിച്ചത്, ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ബോണ്ട് വാങ്ങിച്ചത് നമുക്ക് അറിയത്തില്ല. എന്നിട്ട് ഡിസംബർ ആയപ്പോൾ, ഒക്ടോബറിൽ വാങ്ങിച്ചു, ഡിസംബർ ആയപ്പോഴത്തേക്ക് റെയ്ഡ് വരുന്നു. സോ അവർ ഒക്ടോബറിൽ കോൺഗ്രസിന് ഡൊണേറ്റ് ചെയ്ത് കാണും. അതുകൊണ്ടാണ് ഡിസംബർ ആയപ്പോൾ 2 മാസം ആയപ്പോഴത്തേക്ക് BJP EDനെ വിട്ട് റെയ്ഡ് നടത്തിയ എന്ന് പറയുന്നുണ്ട്. ഇത് അസംഷൻ ആണ് കേട്ടോ. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള തെളിവ് എവിടെയും ഇല്ല, അതും ഞാൻ പറഞ്ഞേക്കാം. പ്രൂഫ് എവിടെയും ഇല്ല, ബട്ട് ഓരോരുത്തരുടെ അസംഷൻ മാത്രമാണ് ഇത്. ആൻഡ് അതേപോലെ ഇൻഫ്രാടെക് എന്നൊരു കമ്പനി ഉണ്ട്. അവര് January 10th ഇലക്ട്രൽ ബോൺസ് മേടിക്കുന്നു. January 10th January 24th അവർക്ക് ഒരു വലിയ, അതായത് 9000 crores കോൺട്രാക്ട് അവർക്ക് കിട്ടുന്നു. അതായത് ഇലക്ട്രൽ ബോൺസ് മേടിച്ചിട്ട് ഒരു 14 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് 9000 crores ഒരു കോൺട്രാക്ട് കിട്ടുന്നു. പിന്നെ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന കമ്പനി, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ലിസ്റ്റിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന കമ്പനി, 1300 കോടിയുടെ ബോണ്ട് വാങ്ങിച്ച ഒരു കമ്പനി. അപ്പൊ ആ കമ്പനി April 2nd ഏപ്രിൽ 2 അവരുടെ കുറെ ബ്രാഞ്ചസിൽ ED റെയ്ഡ് നടത്തി. ആ റെയ്ഡ് നടന്ന 5 ദിവസത്തിൽ അവർ ഏകദേശം 1300 കോടിയുടെ ബോണ്ട് മേടിച്ചു. പിന്നെ ഹീറോ മോട്ടോഴ്സ് അവര് March 21st IT റെയ്ഡ് അവർക്ക് നടക്കുന്നു. October 7th അവർ ഇലക്ട്രൽ ബോൺസ് വാങ്ങിക്കുന്നു. സോ ഈ ഡേറ്റ് ഒക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊരുമാതിരി ഇൻഡയറക്റ്റ് വേ ഓഫ് ഗെറ്റിംഗ് മണി ആണോ എന്ന് ഒരു തോന്നലാണ് എല്ലാവർക്കും വരുന്നത്. അതായത് ബോണ്ട് മേടിച്ചാൽ അവർ രക്ഷപ്പെടും എന്ന് വിചാരിച്ചാണോ ഇവർ ഈ ബോണ്ടൊക്കെ മേടിക്കുന്നത്? അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരുന്നു. സോ ഇത് വെച്ചിട്ട് കുറെ ഒപ്പോസിഷൻ പാർട്ടീസ് എന്തോ പറയുന്നത് വെച്ചാൽ ഇത് ഭീഷണിപ്പെടുത്തി വാങ്ങിക്കുന്ന പൈസയാണ് എന്ന് പറയുന്നു. ആൻഡ് ഓഫ് കോഴ്സ് BJP അങ്ങനെ ഒന്നും ഇല്ല, കൃത്യമായിട്ടൊരു തെളിവൊന്നും ഇല്ലാതെ ചുമ്മാ സംസാരിക്കില്ലേ എന്ന് അവരും പറയുന്നുണ്ട്. സോ ഇതാണ് ഇപ്പോ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇലക്ട്രൽ ബോൺസ് എന്താണ് എന്ന് ഇപ്പൊ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ ഇലക്ട്രൽ ബോൺസിനെ കുറിച്ച് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോ കണ്ടില്ലേ,
ഈ ഫോട്ടോയിൽ ഒരു വീഡിയോ ലിങ്കാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇനി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രമല്ലാതെ ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഗുഡ് ബൈ.